ഹായ്, ഞാൻ ബിജു പത്മനാഭൻ, സുശാന്ത് സെറാമിക്സ് പയ്യന്നൂർ. ഞാനിപ്പോൾ ഇരിക്കുന്നത് തായ്നേരിയിലെ VKP ഹൗസിലാണ്. നൗഫലിൻ്റെ വീട്ടിലാണ്. VKP നൗഫലിൻ്റെ പുതിയ വീട്ടിലാണ്. കഴിഞ്ഞ ആഴ്ച ഹൗസ് വാമിങ് കഴിഞ്ഞ പുതിയ വീട്ടിലാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡിൽ നൗഫലിൻ്റെ വീടിൻ്റെ വിശേഷങ്ങൾ കാണാം. നൗഫലിൻ്റെ വീടിൻ്റെ അകത്തളങ്ങൾ എല്ലാം നമുക്കൊന്ന് കാണാം. ഓക്കെ. വളരെ മനോഹരമായിട്ട് ഇൻറ്റീരിയർ ചെയ്ത അലങ്കരിച്ചൊരു വീടാണിത്. അപ്പോൾ ഇതിൽ നമ്മളിവിടെ കയറുമ്പോൾ തന്നെ നമ്മളെ പ്രത്യേകിച്ച് ആകർഷിക്കുന്നത് നമ്മുടെ ഫ്ലോറിംഗ് ടൈലുകളാണ്. കജാരിയുടെ ഗ്രസ്റ്റഫ് ടൈലുകളാണ് തറയിൽ വിരിച്ചിരിക്കുന്നത്. കജാരിയുടെ കാർവിംഗ് ടൈലുകളാണ്, ഗ്രസ്റ്റഫ് സീരീസിൽ വരുന്ന കാർവിംഗ് ടൈലുകളാണ് നമ്മൾ ഈ ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. കെൻറ്റ് മാർഫിൽ എന്ന് പറഞ്ഞൊരു കാർവിംഗ് ടൈലാണ് ഇവിടെ കാണുന്നത്. ഒരു ലൈറ്റ് ബീജ് ടോണിലുള്ള ഒരു ഗോൾഡൻ തീമിലുള്ള ടൈലുകളാണ്. അപ്പോൾ കാർവിംഗ് ടൈലുകൾ നിങ്ങൾക്കറിയാം, നമുക്ക് ഒരു അതിലെ വെയിൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് ഗ്ലിറ്ററിങ് ചെയ്യുന്നത് കാണാം. ഒരു ഗോൾഡൻ ഗ്ലിറ്ററിങ് നമുക്ക് ടൈലിൽ എല്ലായിടത്തും ദൃശ്യമാണ്. അപ്പോൾ ഈ ടൈലിനനുസരിച്ചുള്ള ഒരു വാൾ തീംസാണ് ഇവിടെ മുഴുവൻ കൊടുത്തിരിക്കുന്നത്. ഒരു ടീക്ക് ഫിനിഷാണ് വോളിലൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈലിനനുസരിച്ചുള്ള ഒരു ഫീലാണ് ഫർണിച്ചേഴ്സൊക്കെ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഡൈനിങ് ടേബിൾ ആണെങ്കിലും ഒരു എക്സാക്ട്ലി ഓൾമോസ്റ്റ് സിമിലർ പാറ്റേണിലാണ് ഡൈനിങ് ടേബിളും സെറ്റ് ചെയ്തിരിക്കുന്നത്. ടൈലുകൾ എപ്പോക്സി ഫില്ല് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് 1600, 800 സൈസിലുള്ള കാർവിംഗ് ടൈലുകളാണ് ഈ വീട്ടിൽ കംപ്ലീറ്റ് ആയിട്ട്. മീൻസ് ഓൾ ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിലും ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിലും കിച്ചൺ വരെ എല്ലാം ഇതേ ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത്. വീട് പണിയുടെ സന്ദർഭത്തിൽ പലപ്പോഴായി നൗഫലുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈലുകളെക്കുറിച്ചും പുതിയ അപ്ഡേഷൻസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഷോറൂമിൽ വന്നിട്ട് പുതിയ അപ്ഡേഷൻസ് കാണണമെന്ന് നൗഫലിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നൗഫലും വൈഫും നമ്മുടെ ഷോറൂമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൗഫലിൻ്റെ വൈഫാണ് ശരിക്ക് ഈ ക്ലാഡിംഗ് ടൈൽസ് കാർവിംഗ് ടൈൽസ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത് ശരിക്കും ഒരു ലേറ്റസ്റ്റ് കജാരിയുടെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റായിരുന്നു ഈ കെൻറ്റ് മാർഫിൽ എന്നുള്ളൊരു കാർവിംഗ് ടൈല്. അപ്പോൾ അത് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. അത് അവരുടെ ഡിസൈനറുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷമാണ് ഈ ടൈല് ഫിക്സ് ചെയ്തത്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമാണ്. ബെഡ്റൂമിലും ഈ സെയിം ടൈൽ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഇതൊരു ബാത്റൂമാണ്. ഈ ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് കജാരിയുടെ എഡ്മണ്ടൻ സീരീസിലുള്ള ഗ്ലോസി ടൈലുകളാണ്. എഡ്മണ്ടൻ സീരീസിലെ ഗ്ലോസിയാണ്. എഡ്മണ്ടൻ മിസ്റ്റ് ആൻഡ് എഡ്മണ്ടൻ ഗ്രേ, ഒരു ഡാർക്ക് ലൈറ്റ് കോമ്പിനേഷനിലെ ടൈലുകളാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ലേ ചെയ്തിട്ടുണ്ട്. നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി വെയറുകളൊക്കെ കജാരിയുടെ ബ്രാൻഡുകൾ തന്നെയാണ്. കറോവിറ്റ് എന്ന കജാരിയുടെ ബ്രാൻഡഡ് സാനിറ്ററി വെയറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ഉള്ളൊരു തീം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലും ഉപയോഗിച്ചിരിക്കുന്നത് സെയിം കെൻറ്റ് മാർഫിലിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കിച്ചണിൻ്റെ ക്യാബിനറ്റിൻ്റെ കളേഴ്സും ഏതാണ്ട് ടൈലിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അല്ല, ഒരു ബീജ് ടോണിൽ തന്നെയാണ് ക്യാബിനറ്റിൻ്റെ കളേഴ്സൊക്കെ വന്നിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സിങ്ക് സ്റ്റെൻസ എന്ന് പറയുന്ന ഒരു ഹൈലി പ്രീമിയം ആയിട്ട് ലക്ഷറി ആയിട്ടുള്ള ഒരു സിങ്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെൻസ എന്നാണ് ഇതിൻ്റെ പേര്. നല്ലൊരു ബ്രാൻഡഡ് സിങ്കാണത്. ഹൈ ക്വാളിറ്റി വരുന്ന 304 ഗ്രേഡ് സ്റ്റീലിലുള്ള ഒരു സിങ്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിങ്ക് ടാപ്പ് ARKയുടെ ഫ്ലെക്സിബിൾ ഹോസിലെ ടാപ്പാണ് ചെയ്തിരിക്കുന്നത്.
കിച്ചൺ ടോപ്പ് ചെയ്തിരിക്കുന്നത് അതിലാണ്, നാനോ വൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വോളിൽ കിച്ചൺ വോൾ ചെയ്തിരിക്കുന്നത് കജാരിയുടെ അന്റാർട്ടിക്ക ബ്ലാങ്കോ എന്ന ഒരു വൈറ്റ് ടൈൽ, 4x2 സൈസിലുള്ള വൈറ്റ് ടൈല് കട്ട് ചെയ്തിട്ട് അതിൽ എപ്പോക്സി കട്ട് ചെയ്ത് സ്ട്രിപ്പ് ചെയ്തതിന് ശേഷം എപ്പോക്സി ഫില്ല് ചെയ്തിരിക്കുന്നതാണ്. വൈറ്റ് ടൈലിൽ ബ്ലാക്ക് എപ്പോക്സി ചെയ്തിട്ട് വളരെ മനോഹരമാക്കിയിരിക്കുകയാണ്. ഫസ്റ്റ് ഫ്ലോറിലും ഉപയോഗിച്ചിരിക്കുന്നത് സെയിം, നമ്മൾ താഴെ ഇട്ടിരിക്കുന്ന സെയിം ടൈൽ തന്നെയാണ്. കെൻറ്റ് മാർഫിലിനാണ് ഇവിടെയും മുഴുവനായി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കജാരിയുടെ കെൻറ്റ് മാർഫിൽ എന്ന കാർവിംഗ് ടൈൽ തന്നെയാണ് ഈ വീട് മുഴുവനായിട്ടും ഫ്ലോറിങ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഓപ്പൺ ഏരിയ ശരിക്കും കജാരിയുടെ 2x2 മാക്രോൺ നീറോ എന്ന് പറഞ്ഞൊരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലൊരു ഗ്രിപ്പ് കൂടുതൽ കിട്ടുന്ന ഒരു ടൈലാണ്. നമ്മൾ തെന്നി വീഴാതിരിക്കുക, വാഷിംഗ് മെഷീനൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം വരുന്നതുകൊണ്ടായിരിക്കണം ഇവിടെ ഒരു മാക്രോൺ നീറോ എന്ന് പറഞ്ഞൊരു നല്ല ഗ്രിപ്പുള്ള ടൈല് യൂസ് ചെയ്തിരിക്കുന്നത്. 2x2 സൈസിലുള്ള ടൈലാണ് കജാരിയുടെ മാക്രോൺ നീറോ. ഇത് ഫസ്റ്റ് ഫ്ലോറിലൊരു കിഡ്സ് റൂമാണിത്. ഇതിലൊരു ബാത്റൂം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ ബാത്റൂമും സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ താഴെ കണ്ട പോലെ എഡ്മണ്ടൻ മിസ്റ്റ് ആൻഡ് എഡ്മണ്ടൻ ഗ്രേ 4x2 ടൈലുകളാണ്. കജാരിയുടെ എഡ്മണ്ടൻ മിസ്റ്റ് ആൻഡ് എഡ്മണ്ടൻ ഗ്രേ ആ ടൈലുകൾ ഡിസൈൻ ചെയ്തിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാനിറ്ററി വെയറുകളെല്ലാം കജാരിയുടെ എക്കറോവിറ്റ് ബ്രാൻഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വീടിൻ്റെ ഓപ്പൺ ടെറസ് ഏരിയ ആണ്. ഓപ്പൺ ടെറസ് ഏരിയയിൽ ഉപയോഗിച്ചിരിക്കുന്നത് കജാരിയുടെ എക്സ്റ്റീരിയർ പാവിഗ്രസ് കാറ്റഗറിയിൽ വരുന്ന ടൈലുകളാണ്. ഇത് 300x300 സൈസിലുള്ള ഹെവി ഡ്യൂട്ടി എക്സ്റ്റീരിയർ ടൈലുകളാണ്. സ്ട്രൈപ്സ് ഐവറി, സ്ട്രൈപ്പ് ടെറാക്കോട്ട ഉള്ള ടൈലുകളാണ്. ഇത് നമുക്ക് ഏത് ക്ലൈമറ്റിലും ഏത് വെതർ കണ്ടീഷനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മഴയത്തും വെയിലത്തൊക്കെ ഓപ്പൺ ഏരിയയിൽ ഇടാൻ പറ്റുന്ന ടൈലുകളാണ്. ഫുൾ ബോഡി ടൈലുകളാണ്. ഇത് നൗഫലിൻ്റെ വൈഫും കുട്ടികളുമാണ്. വൈഫിൻ്റെ പേര് സാബിന അല്ലേ? ഓക്കെ, കുട്ടികൾ 2 പേരാ. അപ്പോൾ സാബിനയാണ് ശരിക്ക് ടൈല് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഷോപ്പിൽ വന്നിരുന്നത്. അപ്പോൾ സാബിനയുടെ സെലക്ഷൻ ആയിരുന്നു തോന്നുന്നു അല്ലേ ഈ കളറ്? എന്താ ഇത് ഇഷ്ടപ്പെടാൻ കാര്യം എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഈ ഒരു കളറിനോട്? പൊതുവേ എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമാണല്ലേ? ഒരു എപ്പോഴും ആ ഒരു ലുക്കിൽ നിൽക്കുമല്ലോ, പഴയതായാലും പുതിയതായാലും അതുപോലെ ഉണ്ടാവും. അതെ, വൈറ്റ് ആവുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ അഴുക്ക് ആവും. പക്ഷെ ഭയങ്കര ഡാർക്കായി കഴിഞ്ഞാൽ മുറിയിൽ ഭയങ്കര ഡാർക്ക് തോന്നും. ഇത് അതിൻ്റെ ഇടയിലുള്ളൊരു മീഡിയം ഇതാണ്, ബീജ് കളർ എന്ന് പറഞ്ഞ കുറച്ചൊരു ഇതിന് രണ്ടിൻ്റെ ഇടയിലുള്ളൊരു കളറാണ്. പിന്നെ നിങ്ങൾ സെലക്ട് ചെയ്തത് നമ്മുടെ കാർവിംഗ് ടൈലുകളാണ്. അപ്പോൾ കജാരിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ടൈലുകളാണ് നിങ്ങൾ സെലക്ട് ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ഇവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. നമ്മളതിൽ സ്റ്റോക്ക് നമ്മളത് സ്പെഷ്യലൈസ്ഡ് ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമ്മളത് ഇവർക്ക് വേണ്ടി സ്പെഷ്യലി ഓർഡർ ചെയ്തിട്ട് കമ്പനിയിൽ നിന്ന് ഫാക്ടറിയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് സ്പെഷ്യലി വരുത്തിയ ഒരു പ്രോഡക്റ്റാണ് കെൻറ്റ് മാർഫിൽ. അപ്പോൾ അതിനുശേഷം ഒരുപാട് കസ്റ്റമേഴ്സ് അതിനുശേഷം ഞങ്ങളിത് സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനുശേഷം ഒരുപാട് കസ്റ്റമേഴ്സ് ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ഒരുപാട് കസ്റ്റമേഴ്സ് ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീടുകൾ കണ്ടതിന് ശേഷം വീണ്ടും നമുക്ക് കുറച്ചുകൂടെ കസ്റ്റമേഴ്സിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ വീട് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് ഇതേ പ്രോഡക്റ്റ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സാബിനയ്ക്ക് നമ്മുടെ ഷോപ്പിൽ വരുന്നതിന് മുമ്പേ ഈ ടൈലുകളെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നോ? ഏത് ടൈപ്പ് ടൈലുകൾ സെലക്ട് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ മനസ്സിലുണ്ടായിരുന്നോ? ഹസ്ബൻഡിനും മാറ്റ് മതി എന്നായിരുന്നു. അപ്പൊ അതില് കാർവിംഗ് ഡിസൈൻ വരുന്നുണ്ട് യൂട്യൂബില്, പിന്നെ കോളോ ആപ്പ് ഉണ്ടല്ലോ അതില് ഞാൻ കണ്ടിരുന്നു. അങ്ങനെ അതിലും വെച്ച് ഞാൻ
വന്ന് ഷോപ്പിൽ വന്ന് ചോദിച്ചപ്പം ഇപ്പൊ അവിടെ സ്റ്റോക്ക് ഇല്ല, വേണമെങ്കിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഏതോ ഒരു കളർ മാത്രം ഉണ്ടായിരുന്നു, ആ കളർ വേണ്ട പറഞ്ഞിട്ട് അവര് കൊണ്ടുവന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ അത് ഇവിടെ കാണാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ആ സോഫയാണെങ്കിലും വുഡൻ പാനലിംഗ് ആണെങ്കിലും പെയിന്റ് ആണെങ്കിലും എല്ലാം ആ ഒരു ബീജ് കളർ ടോണിലാണ് സാബിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ വളരെ ഇൻഫോംഡ് ആയിട്ടുള്ളൊരു ഹൗസ് വൈഫാണ് നൗഫലിൻ്റെ സാബിന. അപ്പോൾ ശരിക്കത് സാബിനയുടെ ഒരു ഐഡിയ പ്രകാരമാണ് ടൈലും കാര്യങ്ങളും ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും സന്തോഷം, ഞങ്ങളുടെ ഷോറൂമിൽ നിന്ന് ടൈല് സെലക്ട് ചെയ്തതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. അപ്പോൾ നമ്മളിപ്പോൾ നൗഫലിൻ്റെ വീട് ഏകദേശം മുഴുവനായി കണ്ടിരിക്കുകയാണ്. ഒരു കണ്ടംപററിയുടെയും ഒരു ട്രഡീഷണലിൻ്റെയും ഒരു ഫ്യൂഷനാണ് ശരിക്കും ഈ വീട്ടിൽ എനിക്ക് തോന്നിയത്. അപ്പോൾ ഇൻറ്റീരിയറൊക്കെ അതിൻ്റെ ഒരു രണ്ടിൻ്റെയും ഒരു ഫ്യൂഷൻ, രണ്ടിൻ്റെയും ഒരു മിക്സാണ് ഇവിടെ കണ്ടത്. അപ്പോൾ ടൈലുകളും സാനിറ്ററി വെയറുകളൊക്കെ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഈവൻ പെയിൻ്റ് ആണെങ്കിലും ഫർണിച്ചേഴ്സ് ആണെങ്കിലും എല്ലാം ഒരു നല്ലൊരു ഫ്യൂഷനിലാണ് പോകുന്നത്. ഒരു കറക്റ്റ് തീമാണ്, എല്ലാത്തിനും ഒരേ ഒരു കോമൺ തീമിൽ കോർത്തിണക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നൗഫലിനും ഫാമിലിക്കും നല്ലൊരു ആശംസകൾ അർപ്പിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.